ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് അത് പുറത്തു വന്ന ആ സമയം മുതൽ വളരെയധികം ശക്തമായ രീതിയിലുള്ള പല ചർച്ചകൾ നമ്മുടെ മുമ്പിൽ കാണുന്നു. ഈ ചർച്ചകൾക്കിടയിൽ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ചർച്ചകളും, വേണ്ടിയിരുന്ന ചർച്ചകൾ, വളരെ മാനുഷികമായിട്ടുള്ള ചർച്ചകൾ, അത് എല്ലാവരും അങ്ങ് മറന്നുപോയോ? അതോ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതുവായ ഒരു ദിശാബോധം ഇങ്ങനെയാണോ? എന്തെങ്കിലും ഒരു സംഭവം കിട്ടുമ്പോൾ അതിന്റെ പുറകെ പോവുക, എന്നാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മറ്റുള്ള മനുഷ്യർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ചർച്ചകൾ നമ്മൾ വേണ്ടെന്ന് വെക്കുക എന്നുള്ളൊരു സ്ഥിരം പരിപാടി നമ്മൾ ഇവിടെയും കാണിച്ചു എന്നൊരു ചോദ്യമാണ്. മറ്റൊന്നുമല്ല, ചില ചോദ്യങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറയുന്നു, കമന്റ് ബോക്സിൽ കാണുന്നു, മറ്റ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പരിശോധിക്കുമ്പോൾ ആ കമന്റ് ബോക്സിൽ ഒക്കെ കാണുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏതാണ്ട് 4-5 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ പൊങ്ങി വരുന്നു. ഇത് ചില കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? ചില കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ചില ആൾക്കാർ നടത്തിയിട്ടുള്ള ഒരു സംഭവം അതിനകത്ത് മാധ്യമങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ ഒരു വളരെ മേലാളന്മാരായിട്ടുള്ള നടന്മാർക്കും അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിനും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ബന്ധമുണ്ട്. അവരുടെ എല്ലാത്തിൻ്റെയും ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നൊരു പുകമറ മാത്രമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ ആത്മാർത്ഥമായ കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് മുല്ലപ്പെരിയാർ വിഷയമായിട്ട് ബന്ധമുണ്ടോ? ഇതിന് വയനാട് വിഷയമായിട്ട് ബന്ധമുണ്ടോ? ഇതിന് നമ്മുടെ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ ശിരൂരിൽ ലാൻഡ് സ്ലൈഡിൽ പെട്ടുപോയി അർജുനിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുന്ന വിഷയങ്ങളിൽ ഇതിന് ബന്ധമുണ്ടോ? ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാർക്ക് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വയനാടിന്റെ ചർച്ചകളെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ? അതോ നാഫിർ പരാമർശം ഗവൺമെന്റിന് നേർക്ക് വന്നപ്പോൾ അതിനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണോ? എല്ലാം കൂടെ ഒരു പുകമറ സൃഷ്ടിച്ചതാണോ ഈ വിഷയം? വ്യക്തമായി നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു മൂപ്പൻസ് വ്ലോഗ്സ്. ഇറ്റ്സ് മീ ശരത് പരമേശ്വർ. ഒന്നാമത്തെ കാര്യം, വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടതിന് നമുക്ക് വരാം. വാടക വീട് കിട്ടിയോ? വാടക വീട് ഇതുവരെ ഞങ്ങളെ ലിസ്റ്റിൽ ഒന്നിലും ഞങ്ങളെ പേരും വന്നിട്ടില്ല. 3 മക്കളും കൊണ്ട് എങ്ങോട്ട് പോകുന്ന ഒന്നും അറിയില്ല. വാടക വീട്ടിൽ ലിസ്റ്റിൽ പേര് വരാഞ്ഞത്? ലിസ്റ്റിൽ ഇതുവരെ ഞങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഒരുവിധം എല്ലാവരും പേര് വന്നു. ഞങ്ങളെ റൂമിലുള്ള ഞങ്ങളെ ചേച്ചീന്റെ പേര് വന്നിട്ടില്ല. ഒരു നിമിഷം. ഞങ്ങളെ പാടീന്റെ അടുത്ത് കൂടെയാണ് പോയിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടതാണ്. പിന്നെ എസ്റ്റേറ്റ് പാടി ഇപ്പോഴും ഉണ്ടോ അവിടെ? പാടി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണോ ഇനി ലിസ്റ്റിൽ വരാത്തത്? എന്താ അറിയില്ല. ഞങ്ങള് പിന്നെ പാടിയിൽ ഇനിയിപ്പോ ജീവിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. എന്താ അതിന്റെ അവസ്ഥ? അത് ഏത് നിമിഷവും പോകുന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. വാടക വീട് ഞാൻ സ്വന്തമായിട്ട് ഏകദേശം അഡ്വാൻസ് കൊടുത്ത് കണ്ടെത്തി. അഡ്വാൻസ് കൊടുത്തു? സ്വന്തമായിട്ടാണ് കണ്ടെത്തി? സ്വന്തമായിട്ട് നമ്മൾ കണ്ടെത്തി. സർക്കാർ സഹായിച്ചില്ല? ആരും സഹായിച്ചിട്ടില്ല. എവിടെയാ വാടക വീട് കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പൊ കാപ്പുംകൊല്ലി എന്ന് പറഞ്ഞ സ്ഥലം. എത്ര രൂപ വാടക? 5000. വയനാട് പുനരധിവാസം. വയനാട് പുനരധിവാസം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നടന്നിട്ടുള്ള മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ ആ മേഖലയിൽ നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡ് അഥവാ നമ്മുടെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉയരറ്റ് പോയ ജീവനുകൾ, അതിനുശേഷം അവശേഷിക്കുന്ന വേദനയും പേറി നടക്കുന്ന മനുഷ്യർ, അങ്ങനെ പല തരത്തിൽ നമ്മുടെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്തത്ര അഥവാ ലോകം മുഴുവൻ ഇന്നേ വരെ നടന്നിട്ടുള്ള പല തരം പ്രകൃതി ദുരന്തങ്ങളിൽ വളരെ മാരകമായ ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ഈ വയനാടിൽ ഈ പറയുന്ന ചൂരൽമല അഥവാ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ നടന്നിട്ടുള്ളത്. ഈ വിഷയത്തിനെ കണ്ട് കരഞ്ഞവരാണ് മലയാളികളും മറ്റുള്ള രാജ്യത്തുള്ളവരും മറ്റ് അന്യ സംസ്ഥാനത്തുള്ളവരും ഒക്കെ. മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരും ഇത് കണ്ടിട്ട് വേദനിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ തീരേണ്ടതാണോ ആ വിഷയം? അല്ല. കാരണം വയനാട് വിഷയം, വയനാട് ലാൻഡ് സ്ലൈഡ്, നമ്മുടെ ഈ ചൂരൽമല മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇവരെല്ലാവരും നമ്മൾ എവിടെയാണ് കാണുന്നത്? ഇവരെല്ലാവരും ക്യാമ്പുകളിലാണ് കഴിയുന്നത് കാണുന്നത്. ക്യാമ്പുകളിലേക്കുള്ള ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതി ഇല്ലാത്തതിനാൽ മാധ്യമങ്ങളൊന്നും അത് പകർത്തിയില്ല, കാണിച്ചിട്ടില്ല. എന്നാൽ ക്യാമ്പുകളിലേക്ക് വളരെയധികം ടൺ കണക്കിന്, ലോഡ് കണക്കിന് സാധനങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരായിട്ട് ആൾക്കാർ അവിടെ ഇറങ്ങി എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. സൈന്യം ഇറങ്ങുന്നു, ഗവൺമെന്റുകൾ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒക്കെ നമ്മൾ കാണുന്നു. ഒരു അച്ചിട്ട യന്ത്രം പോലെ എല്ലാം പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് പല ചാനലുകളും മറ്റുള്ള പല ആൾക്കാരും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കൊടുക്കാം, വീട് വെച്ചു കൊടുക്കാം, അങ്ങനെ പലതരം സാമ്പത്തിക സഹായം, ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ 100 കോടിയിലധികം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു, പല വിവാദങ്ങളും കണ്ടു. എന്നാൽ ഈ റീസെന്റ് ആയിട്ട് ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അഥവാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ കണ്ടൊരു കാഴ്ചയാണ്. നമ്മുടെ ഈ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ക്യാമ്പുകൾ കഴിയുന്ന ആൾക്കാർക്ക് വാടക വീടുകളിലേക്ക് പോകാനുള്ള സാഹചര്യം, ചില വളരെയധികം ആൾക്കാരുടെ പേരുകൾ വാടക വീടുകളിലേക്ക് പോകാനുള്ള അവരുടെ പേരുകൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വാടക വീടുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഗവൺമെന്റ് സംവിധാനത്തിലൂടെ വാടക വീടുകളിലേക്ക് പോകുന്നവർക്ക് 10,000-15,000 രൂപ നിരക്കിലേക്ക് വാടക വീടുകളിലേക്ക് മാറാൻ കഴിയുന്നു. എന്നാൽ ആ നിരക്കുകളിലേക്ക് അഥവാ ഈ പേര് ലിസ്റ്റിലില്ലാത്ത ആൾക്കാർ അവർക്ക് വീടുകൾ ലഭിക്കുന്നില്ല. വളരെയധികം ദൂര സ്ഥലങ്ങളിലേക്ക് അവർക്ക് പോയിട്ട് വളരെ വൻതുക വാടക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമില്ല, അഡ്വാൻസ് കൊടുക്കാനുള്ള സാഹചര്യമില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണ്ടേ? നാച്ചുറൽ കലാമിറ്റി ആരുടെയും കുറ്റമല്ല, അത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ആ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ദുരിതാശ്വാസത്തിന്റെ കീഴിലുള്ള പണം കിട്ടേണ്ടത് ഇൻസ്റ്റന്റ് ആയിട്ട് സാഹചര്യത്തിൽ ആ ഒരു ദുരന്തം കണ്ട് മനസ്സിലാക്കിയ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ 1 രൂപ മുതൽ ചിലപ്പോൾ വലിയ വലിയ സാമ്പത്തികം നൽകാൻ വേണ്ടിയിട്ട് കഴിയുന്ന ആൾക്കാരുടെ കോടികൾ വരെ വരുന്ന ആ പൈസയിൽ നിന്നും
വളരെയധികം ഫാസ്റ്റ് ആയിട്ട് മണിക്കൂറുകളുടെ വ്യത്യാസമില്ലാതെ അത് അവരുടെ അഫക്റ്റഡ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ചുമതലയല്ലേ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് സർക്കാരും ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ കാലാകാലങ്ങളിൽ കേൾക്കുന്ന കാര്യം എന്താ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പണ്ട് കാലത്ത് അഥവാ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ലോൺ കിട്ടുന്നു. ഒരു വീട് വയ്ക്കാൻ 35,000 40,000 രൂപയാണ് ആ ലോൺ കിട്ടുന്നത്. ആ ലോണിൽ നമുക്ക് പേര് ലിസ്റ്റിൽ വന്ന് ആ വീട് വയ്ക്കാനുള്ള പഞ്ചായത്തിന്റെ വീട് വയ്ക്കാനുള്ള ലോൺ കിട്ടുന്നത്, ആ ലോണ് സാങ്ഷൻ ആയി കിട്ടി എൻ്റെ അമ്മ അതിന്റെ പുറകെ കിടന്ന് ഓടി ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ആ ലോൺ കിട്ടുന്നത് തന്നെ പിന്നെ ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം ആ ലോണിന്റെ പൈസ ഘട്ടം ഘട്ടമായിട്ട് ഹൗസിംഗ് ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വർഷങ്ങൾ പിന്നെയാണ്. ഈ പൈസ നിസ്സാരമായിട്ടുള്ളത് നമുക്ക് ഇന്ന് തോന്നുന്ന 40,000 രൂപയിൽ നിന്നും ഓരോ പ്രാവശ്യം കിട്ടുന്ന ഘട്ടങ്ങളിൽ നിന്നും അത് പല വ്യക്തികളിലേക്ക് പോക്കറ്റുകളിലേക്കും ഇതേ പൈസയിൽ നിന്നും വലിയൊരു ശതമാനം പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ മുണ്ടക്കൈ, ചൂരൽമല, ഈ വയനാട് പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള ഇതുമായിട്ട് അഫക്റ്റഡ് ഉള്ള ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പൈസയിൽ നിന്നും ഇതുപോലെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ദുരിതാശ്വാസം വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടേണ്ടത് ശരിക്കും പറഞ്ഞാൽ എന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. അവർക്ക് ആ വീടെടുക്കാൻ വേണ്ടിയിട്ടോ അവർക്ക് നിത്യച്ചെലവിനോ കയ്യിലുള്ള കാശോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ആ നഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കിട്ടുന്ന പൈസയിൽ നിന്ന് എത്ര രൂപ അവരുടെ കൈകളിലേക്ക് നേരെ എത്തും, അവിടെ നിന്നും മറ്റ് പല കൈകളിലേക്ക് പോകാതെ എത്ര രൂപ നേരെ കിട്ടുമെന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ പേരുകൾ ലിസ്റ്റിലില്ലാത്തത് കൊണ്ട് വാടക വീട് ലഭിക്കുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ അവരുടെ സ്കൂളുകളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള അഭ്യർത്ഥന അല്ലെങ്കിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. മറ്റേ ക്വാർട്ടേഴ്സുകളിലേക്കൊക്കെ പോയി ക്ലീൻ ചെയ്ത് താമസിക്കാനുള്ള സാഹചര്യം പറഞ്ഞായിട്ട് കേൾക്കുന്നു. അങ്ങനെ ദുരവസ്ഥയിൽ നിന്നും ഒരു കരകയറാൻ വേണ്ടി ശ്രമിക്കുന്ന, മാനസികമായിട്ട് തന്റെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാർ വീണ്ടും ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരെ വീണ്ടും തിരിച്ചടി കിട്ടുന്നത് പോലത്തുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് പോലത്തെ ഒരു മറ അന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ ചൊല്ലിയുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല. അതിനെ ദുരിതാശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ എന്തൊക്കെ തരത്തിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നതെന്നോ അവരെങ്ങനെയാണ് എന്താണ് അവർ ഇപ്പോഴത്തെ സാഹചര്യം എന്നോ മാധ്യമങ്ങൾക്ക് നോക്കാൻ താല്പര്യമില്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് നോക്കാൻ താല്പര്യമില്ല, അഥവാ നേതൃനിരയിലുള്ള മറ്റുള്ള വിവിധ ഗവൺമെന്റുകൾക്കോ മറ്റുള്ള ആൾക്കാർക്കോ ഒന്നും അത് അറിയേണ്ട കാര്യം പോലുമില്ല. ചിലപ്പോൾ ഇപ്പോഴും ആ വേദന അനുഭവിക്കുന്ന ഒരു ഭാഗം ആൾക്കാർ, ഒരു ന്യൂനപക്ഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും വേദന തിന്ന് തന്നെയായിരിക്കും ജീവിക്കുന്നത്. നമ്മുടെ മുമ്പിലേക്ക് അവരുടെ വാർത്തകൾ എത്താത്തത്തോളം കാലം നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. അല്ല എങ്കിൽ അവരിൽ ആരെങ്കിലും നേരിട്ട് ഇതിനെ കുറിച്ച് പറയുമ്പോഴല്ലാതെ നമ്മളത് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനി രണ്ടാമത്തെ ഒരു കാര്യം, മുല്ലപ്പെരിയാർ വിഷയം. മുല്ലപ്പെരിയാറിനെ കുറിച്ചൊരു ഭീതിപ്പെടുത്താൻ ഒരു കാരണവശാലും ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം മുല്ലപ്പെരിയാറിന്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം മുല്ലപ്പെരിയാറിൽ പലതരത്തിലുള്ള കിംവദന്തികൾ പരക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മുല്ലപ്പെരിയാർ വളഞ്ഞിരിക്കുന്നു, ഒടിഞ്ഞിരിക്കുന്നു, മുല്ലപ്പെരിയാർ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളേ അല്ല. എന്നാൽ അതിന്റെ താഴെ ജീവിക്കുന്ന മനുഷ്യർ, ഏതാണ്ട് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ശരിക്കും പറഞ്ഞാൽ ആ ഭീതി അകറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് തുല്യമായ പങ്കാളിത്തം ബാധ്യതയുണ്ട്. ഇവിടെയും എനിക്ക് സംശയം മറ്റൊരു കാര്യമാണ്. അതായത് മുല്ലപ്പെരിയാർ വിഷയം ഇപ്പം നോട്ട് ഓൺലി ഫോർ CPM ഓർ കേരള ഗവൺമെന്റ് അവരുടെ മാത്രം ഒരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടില്ല. കാരണം പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, കേരളം ഭരിക്കുന്ന CPM ഇതിന് മുൻകാലങ്ങളിലും ഈ ഒരു മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് സമരം ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. രണ്ടാമത് നിൽക്കുന്ന പ്രതിപക്ഷം, അവരുടെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ കടന്നുപോയി കഴിഞ്ഞു. അതിനുശേഷം മൂന്നാമത് ഇവിടെ കേരളത്തിൽ ഇപ്പോ BJP അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിലുള്ള BJP, കേരളത്തിൽ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ ഓപ്പോസിഷൻ നിൽക്കുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി അഥവാ ഇന്ത്യ മുന്നണി, അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുപോലെ ഇതിനകത്ത് ബന്ധം വരുന്നൊരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ. അത് മാത്രമല്ല, വിജയുടെ പുതിയ പാർട്ടി പ്രവേശം മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു നിലപാടോ തീരുമാനമോ എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്റ്റാലിൻ എന്നുള്ള വ്യക്തി അത് എത്രമാത്രം ബാധിക്കും, അവിടെ രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കലി അത് ഏത് തരത്തിലേക്ക് മാറും എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും അതുപോലെ തന്നെ തമിഴ്നാടിന്റെയും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പ്രത്യേകമായിട്ടൊരു അജണ്ടയാണോ ഇത്? കാരണം മുല്ലപ്പെരിയാർ വിഷയത്തിനകത്ത് നമുക്ക് വേണ്ടത് എന്താ? പുതിയ ഡാം പണിയുക, അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യുക, ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, ജലനിരപ്പ് താഴ്ത്തുക, ജനങ്ങളുടെ ഭീതി അകറ്റുക, അല്ലെങ്കിൽ ജനങ്ങളോട് ഇത് ഒരു തരത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള കാര്യം വ്യക്തവും സ്പഷ്ടമായി അവർ ക്യാമ്പയിൻ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും കോടതിയുടെ സമക്ഷത്തിരിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ പല നേതാക്കന്മാരും ഇപ്പം വളവളാന്ന് വർത്തമാനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള എല്ലാ സീസണുകളിലും മഴക്കാലത്ത് സംഭവിക്കുന്നത് പോലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിനകത്ത് കോൺഗ്രസ് പാർട്ടി, അതുപോലെ കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അതുപോലെ തന്നെ BJPയുടെ നമ്മുടെ സുരേഷ് ഗോപി അടക്കം ഇതിനൊരു ഇത് കാണണം. പക്ഷേ കഴിഞ്ഞ 5 വർഷവും ഇതുപോലെ രാജ്യസഭാംഗമായിരുന്ന BJPയുടെ നേതാവായിരുന്ന സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിനെ കുറിച്ചും കൂടെ നമ്മൾ ചർച്ചയാക്കണ്ടേ? അതോടൊപ്പം തന്നെ കേരളത്തിൽ ഭരിച്ചിരുന്ന കഴിഞ്ഞ 5 വർഷം ഭരിച്ച സർക്കാരുകൾ ചിലപ്പോൾ കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നു, തർക്കം നടക്കുന്നതിനപ്പുറം ഈ രണ്ട് സംസ്ഥാനത്തിന്റെ ആൾക്കാർ, നേതാക്കന്മാർ ഒരുമിച്ചിരുന്നുകൊണ്ട് ഈ കാര്യത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ മുമ്പിലുണ്ട്.
ആരെയും ഇപ്പൊ തമിഴന്മാരെ മാറ്റി നിർത്തുക, തമിഴന്മാരെ കുറ്റം പറയുക എന്നുള്ള പരിപാടി ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കത്തൊന്നുമില്ല. അവർ മനുഷ്യർ തന്നെയാണ്, അവർ കുറച്ച് വെള്ളം കിട്ടുന്നുണ്ട്, അവർ കൃഷികൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ വെള്ളം കിട്ടി നമ്മൾ ഉപയോഗിക്കത്തുമില്ല, വേറെ കാര്യം. എന്നാൽ നമ്മുടെ ആശങ്ക പരിഹരിക്കപ്പെടണം, ഭീതി മാറണം. അതുകൊണ്ട് ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും തുല്യമായ ഒരു ചൂണ്ടുവിരൽ മനുഷ്യർക്ക് നേരെ, മനുഷ്യരിൽ നിന്നും അഥവാ ജനങ്ങളിൽ നിന്നും വരുന്നത് കൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയാത്ത സാഹചര്യവും വന്നതുകൊണ്ടും ഇവർക്ക് മുല്ലപ്പെരിയാർ വിഷയം നിലവിൽ ചർച്ച ചെയ്യപ്പെടാതെ താഴേക്ക് പോകണം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കാഫിർ പരാമർശം, അഥവാ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം, ഒരു പാർട്ടി മറ്റു പാർട്ടിക്കെതിരെ ഇങ്ങനെ കാഫിർ എന്നുള്ള പരാമർശം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇത് ചെയ്തു എന്നുള്ള കാര്യം പുറത്തു വരികയും അതിന്റെ അന്വേഷണം ആ രീതിയിലേക്ക് വരികയും ഒരു പ്രമുഖ കേരളത്തിന്റെ നമ്മുടെ CPM-ന്റെ തന്നെ ഒരു ശബ്ദമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, പോരാളി ഷാജി പോലെ എന്തോ ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നിന്നും ഇത് പുറത്തേക്ക് വന്നതാണ്, അതിന്റെ പിന്നിലുള്ള ആൾക്കാരാണ് ഇതിന്റെ പുറകിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള വിവാദം കത്തിപ്പടർന്നതാണ്. കാരണം അതൊരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള വളരെ മോശമായ പരാമർശം നടത്തിയ ഒരു സാഹചര്യമായിരുന്നു ആര് ചെയ്തിട്ടുണ്ടെങ്കിലും. അങ്ങനെ ആ ഒരു വിഷയം കത്തി വന്നു, ആ വിഷയത്തിനെയും അണയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. സത്യമായിട്ടും പറയാം, എത്ര ദിവസങ്ങൾ കടന്നു പോകുന്നു, ദിവസങ്ങൾ മാസങ്ങളായിട്ടുണ്ടാവാം. നമ്മൾ ഷിരൂർ ലാൻഡ് സ്ലൈഡ് തീർച്ചയായിട്ടും അദ്ദേഹം ജീവനോട് ഉണ്ടെന്നുള്ള കാര്യത്തിനെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. അർജുനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആ അർജുന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കർണാടകയിൽ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു, അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വളരെയധികം ആകാംക്ഷയുള്ള ജനവിഭാഗം ഇപ്പോഴും ഉണ്ട്. അതിന്റെ കണ്ണീര് പറ്റാത്ത മനുഷ്യരുണ്ട്. അപ്പം അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതായത് നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള കാര്യത്തിന്റെ അകത്ത് WCCന്റെ ആൾക്കാർ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ള മൊഴികളിൽ ശരിക്കും പറഞ്ഞാൽ വ്യക്തികളുടെ പേരില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പാർവതി തിരുവോത്തിന്റെ ഒരു അഭിമുഖത്തിന്റെ അകത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ പേര് പറഞ്ഞാൽ എന്ത് സംഭവിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്നത് പാട്രിയാർക്കിയുടെ വലിയൊരു ഫ്യൂഡൽ മാടമ്പിത്വം അഥവാ ആണത്വത്തിന്റെ ആണധികാരത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഇന്നലകളിൽ കേസ് കൊടുത്തവർക്കും നീതി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പേര് പറഞ്ഞാൽ നമുക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇതേ പാട്രിയാർക്കിയുടെ, ഇതേ ഫ്യൂഡൽ മാടമ്പിത്വത്തിന്റെ, ഇതേ ആണാവകാശത്തിന്റെ, ആണധികാരത്തിന്റെ കൂട്ടിൽ കൊണ്ട് ഇവരെ കെട്ടിക്കഴിഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. അഥവാ WCCയും അമ്മ സംഘടനയും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ചേർന്നുകൊണ്ട് തമ്മിലൊരു കൈകൊടുത്തുകൊണ്ട് പിരിഞ്ഞൊരു വിഷയമായിട്ട് മാത്രം കാണുന്ന രീതിയിലേക്ക് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിൽ ലീഗൽ ആക്ഷൻ മുഖ്യമന്ത്രി തുറന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞായിരുന്നു. അതായത് നിങ്ങൾ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരാളെങ്കിലും മൊഴി കൊടുത്തിട്ടുള്ള ഒരാളെങ്കിലും ഒരു പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ഏത് ഉന്നതനാണെങ്കിലും ശക്തമായ നിയമ നടപടി എടുത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ആരും അതിൽ വന്നിട്ടില്ല. എന്നാൽ ചില തെന്നിയും തെറിച്ചുമൊക്കെ ഉള്ള ചില പേരുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അതിനും അപ്പുറം എന്തേ പ്രമുഖന്മാരെ തൊടാൻ വേണ്ടിയിട്ട് പേടി, എന്തേ പ്രമുഖന്മാർക്കെതിരെ നീങ്ങാൻ ഇവർക്കും പേടി എന്നുള്ള കാര്യം നിങ്ങളെ ഒരേപോലെ ചിന്തിക്കുന്നതാണ്. നിലവിൽ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ, അഥവാ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നതും ഇതുപോലെ സെലിബ്രിറ്റീസിന്റെ അഥവാ താരപരിവേഷമുള്ള ആൾക്കാരുടെ വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ ഗോസിപ്പുകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗോസിപ്പ് ഇഷ്ടപ്പെടുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആഘോഷിക്കപ്പെടും. അത് എൻലെസ് ആയിട്ട് കുറേ നാൾ ഇതിനിങ്ങനെ പോകും. പല നടന്മാരെയും നായകന്മാരെയും നടിമാരെയും ഇങ്ങനെ പറഞ്ഞ് അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്കും അതിനകത്ത് നല്ല പങ്കാളിത്തമുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം നീണ്ടു നിവർന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പൊതുശ്രദ്ധ കിട്ടേണ്ട കാര്യങ്ങൾ, സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തേണ്ട പൊതുവിഷയങ്ങൾ ശരിക്കും ചർച്ച ചെയ്യപ്പെടാതെ അബ്രപാളികളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിന് ആരൊക്കെയോ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയുമോ? സത്യം പറഞ്ഞാൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു തരത്തിലുള്ള ആൾക്കാരുടെ പേര് വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവർക്കെതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കുക ശരിക്കും പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ആർക്കെതിരെ ഉണ്ടയില്ല വെടിപൊട്ടിച്ചു എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. എന്നാൽ പറയുന്നു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ ഇത്രയും അതിക്രമങ്ങളും ലൈംഗിക അതിക്രമങ്ങളും മറ്റുള്ള കാര്യങ്ങളും. എന്നാൽ സ്ത്രീകൾ ഇതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, നടന്മാർക്കൊപ്പവും മറ്റുള്ള ആൾക്കാർക്കൊപ്പവും സഞ്ചരിച്ച് അവർക്ക് വേണ്ട യശസ്സിന്, പണത്തിന്, പ്രശസ്തിക്ക്, അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തയ്യാറാണെന്ന് അങ്ങോട്ട് പോയി പുറകെ നടക്കുന്ന സ്ത്രീകളെ കുറിച്ചും പരാമർശങ്ങളും വർത്തമാനങ്ങളും പറയുന്നു. അമ്മമാരും മകളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളടക്കം വരുമ്പോൾ നമ്മൾ ആരെയൊക്കെയാണ് കുറ്റപ്പെടുത്തുക? ഇനി നടന്മാർക്കെതിരെ മാത്രമാണ് ഈ ഒരു വർത്തമാനങ്ങൾ വരുന്നത്. നടന്മാരെന്ന് പറയുമ്പോഴേക്കും പ്രതിഭകളിൽ ഏറ്റവും, അല്ലെങ്കിൽ സിനിമകളിൽ ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന ആൾക്കാരെന്നാണ്. എന്നാൽ ഇത് നടന്മാരിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമാണോ? എത്രയോ നടിമാർ, ഇപ്പം ഗായിക കൂടെ ആയിട്ടുള്ള ഗൗരി ലക്ഷ്മി അവർ പങ്കുവച്ചിട്ടുള്ള കാര്യത്തിന്റെ അകത്ത് അവരൊരു സംഗീത സംവിധായകൻ അവരെ മോശമായി പെരുമാറി എന്നുള്ള കാര്യം, അഥവാ ഒരു സിനിമ എന്നുള്ള കാര്യം നടന്മാരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നിടത്തുള്ള ഒരു പ്രശ്നമാണ്. നടന്മാർ മാത്രമാണ് ഇതിന്റെ പിന്നണിയിൽ. ഇതിനകത്ത് നിർമ്മാതാക്കളുണ്ട്, സംവിധായകരുണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്, സംഗീത സംവിധായകന്മാരുണ്ട്, സ്റ്റണ്ട് മാസ്റ്റർമാരുണ്ട്, തിരക്കഥാകൃത്തുക്കളുണ്ട്, മറ്റ് അനേക തരത്തിലുള്ള ഇതിന്റെ ടെക്നിക്കൽ ഗ്രൂപ്പുകളുണ്ട് അതിനകത്തെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ടീമുകളുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനി ഈ നടന്മാരും ഈ നടിമാരും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന നടിമാരും മാത്രമാണോ? ഇതിന്റെ അകത്ത്
ജസ്റ്റ് ഒന്ന് തലകാണിക്കാൻ വേണ്ടിയിരുന്ന സ്ത്രീകൾ മുതൽ മറ്റ് പല ആൾക്കാർ ഇതിനകത്ത് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല? ഇനി മാത്രമല്ല, ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതൊരു സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഹേമ കമ്മിറ്റി എന്നുള്ള റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ. എന്നാൽ ഈ സിനിമാ മേഖലയിലുള്ള ഹേമ കമ്മിറ്റി കൊണ്ട് മാത്രം ഒതുങ്ങുന്നതാണോ സമൂഹത്തിന്റെ അകത്ത് മൊത്തം നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം? ഏത് മേഖല എടുത്താലാണ് അതില്ലാത്തത്? എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നമ്മുടെ നിയമ സംവിധാനവും ഇൻഡിപെൻഡൻസ് ഡേ ഇപ്പം കടന്നു പോകുമ്പോഴും എന്തുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനത്തിന് അതിനെ തുടച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വേലി തന്നെ വിളവ് തിന്നുന്നു. അല്ലെങ്കിൽ ഇതിനകത്ത് ആരൊക്കെയാണോ സംരക്ഷിക്കേണ്ടത്, സംരക്ഷിക്കപ്പെടേണ്ടവരെ സംരക്ഷിക്കുന്നവർ തന്നെ തിന്നുന്നു എന്നുള്ള സാഹചര്യം തന്നെയാണ് ഇവിടെ ഇല്ലാത്തത്. പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്കിടയിൽ ഇല്ലേ? മുമ്പ് നമ്മൾ കേട്ടതല്ലേ സരിത സോളാർ കേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ, ഇതുപോലുള്ള എത്ര വിഷയങ്ങൾ വന്നു. ആ വിഷയങ്ങളുടെ അകത്തൊക്കെ പെട്ടത് രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇന്ന് അത് മാറിയിട്ട് ഇന്ന് നമ്മുടെ സിനിമാ മേഖലയിൽപ്പെട്ട ആൾക്കാരെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് ദിവസം നിലനിൽക്കും, അതിനുശേഷം ഇത് മറ്റുള്ളവരിലേക്ക് പോകും. എന്നാലോ ഇതേ ഇന്നിപ്പോ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന ഈ ഒരു വാർത്തയെ ഭയങ്കരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങൾ, ഇതേ മാധ്യമങ്ങളുടെ അവാർഡ് നിശകൾ നിങ്ങൾ നോക്കൂ. ഈ വരുന്ന ദിവസങ്ങളിൽ ഈ അവാർഡ് നിശകളൊന്നും വേണ്ടെന്ന് വെക്കാൻ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് താരങ്ങളുടെ ഒരു പരിവേഷം കൊണ്ടുള്ള ഒരു ആഘോഷ പരിപാടികൾ വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനിക്കട്ടെ. ഇവരുടെ തന്നെ എന്റർടൈൻമെന്റ് പോർട്ടലുകളുണ്ട്. ആ സ്ഥലങ്ങളിലൊന്നും ഇവരെ കുറിച്ചുള്ള വാർത്തകളോ മറ്റുള്ള കാര്യങ്ങളോ ഇവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇവിടെ ഇന്റർവ്യൂ എടുക്കത്തില്ല എന്നൊക്കെ പറയട്ടെ. സത്യം പറഞ്ഞാൽ ഇരട്ടത്താപ്പിന്റെ അങ്ങേയറ്റം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നല്ല, എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് നാളത്തേക്ക് ആ ചർച്ചയുടെ മുമ്പിലേക്ക് നിങ്ങളും ഞാനും അവിടെ വീണു പോകും. ഇവിടെ ഒരു മറ്റൊരു ഇമാജിനറി വേൾഡ് നടക്കുന്നു. അതിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇവർക്ക് നമ്മളെ പറിച്ചു നടാൻ നിമിഷ നേരങ്ങൾ പോലും വേണ്ട. അത് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളും നന്നായിട്ട് ചെയ്യുന്നു, ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം നന്നായിട്ട് ചെയ്യുന്നു. അവിടെ തുടച്ചു നീക്കപ്പെടുന്ന ചില മനുഷ്യരുടെ, അഥവാ വയനാടിൽ നിന്നും അതിജീവിച്ചു വന്ന മനുഷ്യരുടേത് അടക്കമുള്ള വേദനയെ അത് ശരിക്കും പറഞ്ഞ് നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആരെയും ശ്രമിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ശിരൂരിൽ മറഞ്ഞുപോയി അർജുനെ കണ്ടെത്താത്ത ആ വേദന ഇന്ന് നമ്മളിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ? ആ കാഫിർ പരാമർശം പോലുള്ള വളരെയധികം മോശമായ പരാമർശങ്ങൾ നമ്മളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ? മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ അകത്തുള്ള ഇനിയുള്ള തീരുമാനങ്ങളെ കുറിച്ച് നമ്മളെ അറിയിക്കാതിരിക്കാൻ, അതിനെക്കുറിച്ചുള്ള ചർച്ച ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ പിന്നണിയിൽ നടക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.